ആദ്യത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് 3x + 5y = 18. സെക്കൻഡ് ക്വസ്റ്റിന്റെ ആൻസർ ബി 1/2, അതായത് 1.5. തേർഡ് ക്വസ്റ്റിന്റെ ആൻസർ 4 ആണ്, സി എന്ന ഓപ്ഷൻ 4. ഫോർത്ത് ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ എ 1/4. ഫിഫ്ത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, അതായത് ഈ 4, 5, 3 എന്നുള്ള സൈഡ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കാത്തത് ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയത്. 1 and 3 are true. സെവൻത് ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ സി ആണ്, ബോത്ത് ആർ ട്രൂ. സ്റ്റേറ്റ്മെന്റ് 2 is the reason for statement 1. എയ്ത്തിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേറ്റ്മെന്റ് 2 is true, സ്റ്റേറ്റ്മെന്റ് 1 is false. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ ബിയില് 9ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഇക്വലേറ്റർ ട്രയാങ്കിൾ വരയ്ക്കണം. അതിന്റെ പെരിമീറ്റർ 14 സെന്റിമീറ്റർ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് 9ത്തിന്റെ ആൻസർ നോക്കാം. ഇതാണ് 9ത്തിന്റെ ആൻസർ വരിക. ഫോർ ഡ്രോയിങ് എ ലൈൻ ഓഫ് ലെങ്ത് 14 സെന്റിമീറ്റർ ആൻഡ് ഡിവൈഡ് ഇൻടു 3 ഈക്വൽ പാർട്സ് ഫോർ കംപ്ലീറ്റിംഗ് ദി ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇതുപോലെയാണ് ഫിഗർ വരിക. 14 സെന്റിമീറ്ററിലൂടെ ലൈൻ വരച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇക്വലേറ്റർ ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഫിഗർ എല്ലാവരും നോട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. നെക്സ്റ്റ് 10ാമത്തെ, സം ഓഫ് 2 numbers is 41 ആൻഡ് their difference is 15. വാട്ട് ആർ ദ നമ്പേഴ്സ്? അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 41 ആണ്, ഡിഫറൻസ് 15 ആണ്. നമ്പേഴ്സ് ഏതാണെന്നാണ്. ഇങ്ങനെയാണ് നമ്മളത് ചെയ്യുക. അതിന്റെ സമ്മ് കാണാം. 41 + 15/2 ചെയ്യുക. അപ്പൊ നമുക്ക് 56/2 കിട്ടും. അതിന്റെ ആൻസർ 28. ഇനി ഡിഫറൻസ് 41 - 15/2 ചെയ്യുക. അപ്പൊ 26/2 കിട്ടും. അതിന്റെ ആൻസർ 13 ആണ് കേട്ടോ. അപ്പോൾ 9 ആയി, 10 ആയി. നെക്സ്റ്റ് നമുക്ക് 11th ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 11th 1, 2 എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. റൈറ്റ് 15 is the difference of 2 perfect squares. Draw a square of area 15 square centimeter. അങ്ങനെ 1, 2 കൊണ്ട് 2 എണ്ണമാണ് 11ൽ വരുന്നത്. 11ലെ ഫസ്റ്റ് ആൻസർ നോക്കാം. 11ല് ഫസ്റ്റ് വരുന്നത് ഇതുപോലെയാണ്. 15 + 1/2 the whole square minus 15 - 1/2 the whole square. അപ്പൊ എന്ത് വരും? 16/2 the whole square minus 14/2 the whole square. That is equal to 8 square minus 7 square എന്നാണ് ഇവിടെ ആൻസർ വരിക. അതിന്റെ രണ്ടാമത്തെ ഫിഗർ വരയ്ക്കാനാണ് 8ഉം 7ഉം അല്ലേ വന്നത്. അപ്പൊ 8ഉം 7ഉം വെച്ചിട്ട് വേണം നിങ്ങൾ ഫിഗർ വരയ്ക്കാൻ. ഫിഗർ ഇങ്ങനെയാണ് വരിക കേട്ടോ. നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് മെഷർമെന്റ് എടുത്തിട്ട് വരയ്ക്കുക. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 12 നമുക്ക് എ ബി എന്ന് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. 12A-യും 12B-യും. നിങ്ങൾക്ക് ഓർ ഓപ്ഷൻ ഉണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് 2 ആൻസറും ഇവിടെ പറയുന്നതായിരിക്കും. ആദ്യം 12A-യുടെ ആൻസർ നോക്കാം. 12A കേട്ടോ. 12A ആണ്. ദ പ്രൈസ് ഓഫ് 2 umbrellas തന്നിട്ടുണ്ട്. 1850 - 1150. അപ്പൊ നമുക്ക് 700 കിട്ടും, 700 കിട്ടും. പ്രൈസ് ഓഫ് എൻ അംബർല, ഒരു അംബർലയുടെ പ്രൈസ് കാണാൻ 700/2 ചെയ്യുക. അപ്പൊ 350 രൂപ എന്ന് കിട്ടും. പ്രൈസ് ഓഫ് 2 bags 1150 - 350 ചെയ്യുക. അപ്പൊ 800 rupees ആണ്. ഒരു ബാഗിന്റെ വില 800/2 400 രൂപയാണ്. ഓക്കെ, ഇനി 12B-യില് നമുക്ക് 2 നമ്പേഴ്സ് ഉണ്ട്. വലിയ നമ്പർ എന്ന് പറയുന്നത് 6 times the smaller ആണ്. സബ്ട്രാക്ടിങ് ദ സ്മോളർ ഫ്രം ദ ലാർജർ ഗീസ് 20 ആണ്. വാട്ട് ആർ ദ നമ്പേഴ്സ്? ഇതാണ് ഹിന്റ്. അപ്പൊ 12B-യുടെ ആൻസർ നോക്കാം. 5 times the number 20 എന്ന് അവർ തന്നിട്ടുണ്ട്. സ്മോളർ നമ്പർ നമ്മൾ കാണാൻ 20 / 5 ചെയ്യുക. 4 കിട്ടും നമുക്ക് നമ്പേഴ്സ്. അപ്പൊ നമുക്ക് 4 ഇവിടെ കിട്ടിയല്ലോ. 6 × 4 ചെയ്യുക, 24 ആൻസർ വരും കേട്ടോ. 12A ആയി, 12B ആയി. ഇവിടെ ഓർ ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. 12A 12B കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് 13 ആണ്. Algebraic form of 2-digit numbers ending in 3 is 10x + 3. ഇതാണ് നമ്മുടെ ഹിന്റ്. അതിൽ 1, 2 എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. 13 1ഉം 13 2ഉം. അപ്പൊ 13 1ന്റെ ആൻസർ നമുക്ക് നോക്കാം. 10x + 6 ആണ് 13 1ന്റെ ആൻസർ. 13 2. Take the numbers as 10x + 6 and 10y + 6. Then 10x + 6 into 10y + 6 ചെയ്യുക. ഇതുപോലെ വരും. അപ്പോൾ 10x into 10y + 6 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 10x + 10y ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക + 6 × 6. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ 100 × 100 ചെയ്യുമ്പോൾ 10 × 10 ചെയ്യുമ്പോൾ 100xy + 60x + 60y + 36 വരും. അഗൈൻ നമ്മൾ ഒന്നും കൂടിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 36നെ 30 + 6 ആയിട്ട് എഴുതി. Ones place digit of the number got by adding 6 to the multiples of 10 is 6.
നമുക്ക് ഇങ്ങനെ വരും 100xy plus 60x plus 60y plus 30 plus 6 that is equal to 10 bracket open ചെയ്യുക 10xy plus 6x plus 6y plus 3 plus 6 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇത് നമുക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് ക്വസ്റ്റ്യൻ പേപ്പർ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അടുത്തത് 13 1 2 കഴിഞ്ഞു. ഇനി നമുക്ക് 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ A B എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. ഞാനിവിടെ 2 ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ട്. 14A തന്നെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് 1 2 എന്ന് പറഞ്ഞ് ചെയ്യാനുണ്ട്. അപ്പൊ അത് ആദ്യം നോക്കാം. 14A ഫസ്റ്റ് ക്വസ്റ്റ്യൻ x plus 2 y plus 2 that is equal to ഈ എക്സും y ഇൻറ്റു ആണ് x y plus 2 ഇൻറ്റു x plus y plus 2 ഇൻറ്റു 2. ഇനി 14ന്റെ രണ്ടാമത്തെ ആൻസർ ആണ്. ടേക്ക് ദ ഈവൻ നമ്പേഴ്സ് as x and y then x plus y equal to 26 xy equal to 144 x plus 2 into y plus 2 equal to xy plus 2 into x plus y plus 2 into 2. അപ്പൊ എന്ത് വരും? xyയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ടല്ലോ 144 plus 2 into 26 plus 4 that is equal to 200. ഓക്കെ, 14A രണ്ടാമതിന്റെ ആൻസർ 200 ആണ് കേട്ടോ. ഇനി 14B വരുന്നുണ്ട്. നമുക്ക് 14Bയിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് x plus y ഉണ്ട്, പെരിമീറ്റർ ഓഫ് ദി ഫസ്റ്റ് റെക്ടാംഗിൾ ഉണ്ട്. അപ്പൊ 14Bയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. 14B അതിൽ ആദ്യ ക്വസ്റ്റ്യൻ ആദ്യം അവർ തന്നിരിക്കുന്നത് എടുത്തെഴുതുക. ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് ട്രയാങ്കിൾ എക്സ് മീറ്റർ തന്നിട്ടില്ല, അപ്പൊ നമ്മൾ എക്സ് എന്ന് കൊടുക്കുക. ബ്രെഡ്ത്ത് വൈ അതും തന്നിട്ടില്ല, വൈ എന്ന് കൊടുത്തു. എക്സ് വൈ പക്ഷെ തന്നിട്ടുണ്ട് 96. ഇത് വെച്ച് 14Bയുടെ ആദ്യ ആൻസർ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽ ടു 117. എക്സ് വൈ പ്ലസ് ഇതിങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോഴാണ് കേട്ടോ എക്സ് വൈ എന്നൊക്കെ വരുന്നത്. എക്സ് വൈ പ്ലസ് വൈ പ്ലസ് 1 ഇൻറ്റു 1 ഈക്വൽ ടു 117. എക്സ് വൈയുടെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്, അത് ഇവിടെ പുട്ട് ചെയ്ത് കൊടുക്കുക. 96 പ്ലസ് എക്സ് പ്ലസ് y plus 1 equal to 117. Then 96ഉം 1ഉം 97 ആയി മാറും. x plus y നെ ഇപ്പുറത്ത് കൊണ്ടുപോവുക. x plus y equal to 117 minus 97 that is equal to 20. അപ്പൊ 14Bയുടെ ആദ്യത്തെ ആൻസർ 20. രണ്ടാമത്തെ ആൻസർ പെരിമീറ്റർ ഓഫ് ദ ഫസ്റ്റ് റെക്ടാംഗിൾ എന്ന് പറയുമ്പോൾ 2x plus 2y ചെയ്യാം. x plus y നമുക്ക് അറിയാം. സോ 2 into 20 40 meters ആണ് ആൻസർ വരിക. 14 കഴിഞ്ഞപ്പോൾ നമ്മുടെ സെക്ഷൻ ബിയും കഴിഞ്ഞു. ഇനി നമുക്ക് സെക്ഷൻ സി ആണ്. സെക്ഷൻ സിയിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കാണ് ഓരോന്നിനും, അറിയാലോ. അപ്പൊ 15A ബി എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. 15B നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാകും. ഞാനിവിടെ 2ന്റെ ആൻസർ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പൊ 15Aയിൽ തന്നെ നമുക്ക് 1 2 3 3 ചെയ്യാനുണ്ട്. 15Bയിലും 3 ചെയ്യാനുണ്ട്. അപ്പൊ 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 15A കണ്ടല്ലോ. ഫസ്റ്റിന്റെ ആൻസർ AC ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 2 meters. രണ്ടാമത്തെ ആൻസർ BD ഈക്വൽ ടു റൂട്ട് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് 3 meters. തേർഡിന്റെ ആൻസർ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ABC. ഇങ്ങനെ കണ്ടുപിടിക്കും. ഫിഗർ അവർ തന്നിട്ടുണ്ട്. 2 പ്ലസ് റൂട്ട് 2 പ്ലസ് റൂട്ട് 3 പ്ലസ് 1 2 പ്ലസ് 1 3 ആവും. 3 പ്ലസ് റൂട്ട് 2 പ്ലസ് റൂട്ട് 3. റൂട്ട് 2ന്റെ വാല്യൂ ആണ് 1.41. റൂട്ട് 3യുടെ വാല്യൂ ആണ് 1.73. വാല്യൂ പുട്ട് ചെയ്യുക. 3 പ്ലസ് 1.41 പ്ലസ് 1.73 കൂട്ടുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 6.14 meters കിട്ടും. മീറ്ററിനെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 614 സെന്റിമീറ്ററിന് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, മീറ്ററിനെ കൺവേർട്ട് ചെയ്യാൻ അറിയാലോ അല്ലെ നിങ്ങൾക്ക്. ഇൻറ്റു 100 ചെയ്താൽ മതിയാകും. നെക്സ്റ്റ് 15B ആണ് വരുന്നത്. 15Bയിലെ ഫസ്റ്റത്തെ ആൻസർ ഏരിയ ഓഫ് ദ സ്ക്വയർ BCDE ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ദാറ്റ് ഇസ് ഈക്വൽ ടു 5 വരും. ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദ സ്ക്വയർ BCDE ഈക്വൽ ടു റൂട്ട് 5 ആൻസർ വരും. രണ്ടാമത്തെ 15Bയുടെ സെക്കൻഡ് ആൻസർ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ BCDE ഈക്വൽ ടു 4 റൂട്ട് 5 സെന്റിമീറ്റർ. തേർഡ് ഡിഫറൻസ് ഓഫ് ദ പെരിമീറ്റേഴ്സ് 4 റൂട്ട് 5 മൈനസ് 3 പ്ലസ് 2 പ്ലസ് റൂട്ട് 5. അപ്പൊ എന്ത് വരും? 3 റൂട്ട് 5 മൈനസ് 5 സെന്റിമീറ്റർ എന്ന് വരും. അതിന്റെ ഫിഗർ ഇതാണ് കേട്ടോ. ഈ ഫിഗർ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതുപോലെയാണ് ഫിഗർ വരിക.
ഇതാണ് ഫിഗർ കേട്ടോ. ഇനി നമുക്ക് വരുന്നത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം, എന്താണ് 16 എന്നുള്ളത്. ഇത് കാലണ്ടറിലുള്ള ഇൻ എനി മന്ത് ഓഫ് എ കാലണ്ടർ മാർക്ക് 4 അഡ്ജസന്റ് നമ്പേഴ്സ് വിച്ച് ഫോംസ് എ സ്ക്വയർ ആണ്. നമുക്ക് ഏത് 4 നമ്പർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഒരു കാലണ്ടറിൽ വരുന്ന 4 അടുത്തടുത്തുള്ള 4 നമ്പറുകൾ എടുത്തതിന് ശേഷം ഫൈൻഡ് ദ ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സും അത് ആൽജിബ്ര വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് ക്വസ്റ്റ്യൻസ്. 16ൽ തന്നെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. 16 1 2. 16ന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 1 2 8 9 കൊണ്ട് 4 നമ്പറുകൾ എടുത്തു. ആദ്യത്തെ ആൻസർ AC ഈക്വൽ ടു 2 × 8 - 1 × 9. ഇതിങ്ങനെ ഡയഗണൽ ആയിട്ട് എടുക്കുന്നതാണ് കേട്ടോ. 16 - 9 വരും, 7 ആണ് ആൻസർ വരിക. ഇനി അത് ആൽജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് ഉപയോഗിച്ചിട്ട് കേട്ടോ. രണ്ടാമത്തേന്റെ ആൻസർ എക്സ്, x+1, x+7, x+8. അപ്പൊ നമ്മൾ x × x+8 ഈക്വൽ ടു x² + 8x. x+1 × x+7 ഈക്വൽ ടു x² + x × 7 + 1 + 1 × 7. x² + 8x + 7 എന്ന് വരും. ഡിഫറൻസ് ഓഫ് ദ ഡയഗണൽ പ്രോഡക്ട്സും എന്ത് തന്നെ ആയിരിക്കും? 7 തന്നെ ആയിരിക്കും ആൻസർ വരിക കേട്ടോ. 16 കഴിഞ്ഞ് നമുക്ക് 17ാമത്തെ ആണ് അടുത്ത് വരുന്നത്. 17 എന്താ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 17 ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. ഓഫ് 2 numbers 13 added to a number gives equal to twice the second number. 7 added to the second number gives twice the first number. What are the numbers? 17ൽ നമ്പേഴ്സ് കാണണം നമ്മള്. നമുക്ക് നോക്കാം. 17ല് ടേക്ക് ദ നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സ് തന്നിട്ടില്ല, അപ്പൊ നമ്പേഴ്സിനെ എക്സ് ആയിട്ടും വൈ ആയിട്ടും എടുക്കുക. x + 13 = 2y ഫസ്റ്റ് ഇക്വേഷൻ, y + 7 = 2x സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ ഫ്രം ഇക്വേഷൻ 1ൽ നിന്ന് നമ്മൾ എന്ത് കാണുന്നു? എക്സിനെ പുറത്തിടുന്നു, ഈ 13 പുറത്ത് കൊണ്ടുവരും. അപ്പൊ 2y - 13 ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. പുട്ടിങ് x = 2y - 13. എന്നിട്ട് ഈ എക്സിന്റെ വാല്യൂ ആയിട്ട് പാര കിടക്കുന്ന 2y - 13 ഇതിനെ കൊണ്ടുപോയിട്ട് ഇക്വേഷൻ 2ൽ പുട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ y + 7 = 2 × 2y - 13 ആവും. y + 7 = 4y - 26. Then 3y, ഈ വൈയും വൈയും ഒരുമിച്ച് വരുമ്പോൾ മൈനസ് ആവും. 3y = 33 ആവും. ദെൻ വൈനെ പുറത്തിടുക, 3നെ ഉള്ളിൽ കൊണ്ടുവരിക, അപ്പൊ ഡിവിഷൻ ആവും. 33/3 11 ആൻസർ വരും കേട്ടോ. x = 2 × 11 - 3 13 ആൻസർ 9 വരും. സോ നമ്പേഴ്സ് ആർ 11 9. ഇനി നമുക്ക് വരുന്നത് 18 ആണ്. 18ാമത്തത് എന്ന് പറയുന്നതിലും നമുക്ക് 1 2 3 എന്ന് പറഞ്ഞ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 18ന് 1 2 3 ഉണ്ട്. ഫിഗർ അവർ തന്നിട്ടുണ്ട്, നമുക്ക് ആൻസർ നോക്കാം. 18ാമത്തെ ഫിഗർ ഇത് കണ്ടല്ലോ, ഇതുപോലെയാണ് ഫിഗർ ചെയ്യേണ്ടത്. സൈഡ് 9ഉം 6ഉം കൊടുക്കുക, ADയുടെ അവിടെ 3 കൊടുക്കുക, പേര് കൊടുക്കുക കറക്റ്റ് ആയിട്ട്. 18 1 AD = AB 3:9. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3:9 1:3 ആവും. ഇൻ എനി ട്രയാങ്കിൾ എ ലൈൻ പാരലൽ ടു വൺ ഓഫ് ദി സൈഡ്സ് കട്ട്സ് ദി അതർ 2 sides in the same ratio. ഇത് ആദ്യത്തെ ആൻസർ ആണ്. 18 2 AE = AC ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1:3 വരും. തേർഡിന്റെ ആൻസർ AE = 1/3 × 6, that is equal to 2 cm. EC = 6 - 2, that is equal to 4 cm. ഇനി നമുക്ക് 19ാമത്തതിന്റെ ആൻസർ ആണ്. നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 19ല് A19B എന്ന് പറഞ്ഞിട്ട് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയായിരിക്കും. ഞാനിവിടെ 2ന്റെ ആൻസറും പറയുന്നുണ്ട്. 19A 19ാമത്തെ ക്വസ്റ്റ്യന്റെ A ആൻസർ ആദ്യം നോക്കാം, ദെൻ B ആൻസർ കേട്ടോ. 19A take the numbers as x and y, then 2x + 3y = 52 the first equation, 6x + 5y = 108 അത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഫസ്റ്റ് ഇക്വേഷന് 3 വെച്ച് ഇൻഡ്യൂ ചെയ്യാം. അപ്പൊ 6x + 9y എന്ന് വരും. ഈ ഭാഗം ഇൻഡ്യൂ ചെയ്യണം. 52നെയും അപ്പൊ 156 എന്ന് വരും. ആ തേർഡ് ഇക്വേഷൻ. സബ്ട്രാക്ടിങ് ഇക്വേഷൻ 2 ഫ്രം ആണ്. ഫ്രം equation 3 we get 4y = 156 - 108, that is equal to 48. 4y = 48 വരും. y = 48/4, that is equal to 12 വരും. ഓക്കെ, ഇനി നമുക്ക് ഈ വൈയുടെ വാല്യൂ കിട്ടിയാൽ നമ്മളത് ഇക്വേഷൻ 1ൽ പുട്ട് ചെയ്യുക. വൈൻ്റെ ഈ ഇക്വേഷൻ 1ൽ വൈയുടെ പ്ലേസിൽ ആ വാല്യൂ പുട്ട് ചെയ്യുക. പുട്ടിങ് y = 12 in equation 1, we get 2x + 3 × 12 = 52. 2x = 52 - 36 = 16 വരും. x = 16/2, that is equal to 8 എന്ന് വരും.
നമ്പേഴ്സ് ആർ 8, 12. ഓക്കെ, 19A. ഇനി നിങ്ങളുടെ ഓറിന്റെ ആൻസർ പറഞ്ഞു തരാം. 19B. 19Bയിൽ അവരൊരു ഫ്രാക്ഷൻ തരാണ്, x/y എന്ന് പറഞ്ഞിട്ടൊരു ഫ്രാക്ഷൻ. x + 1/y = 1/5 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. y × 1 y, 5 × x + 1. ഓക്കെ, y = 5 × x + 1. y = ഇതുപോലെ ഉള്ളിലേക്കിട്ട് ഇൻഡ്യൂ ചെയ്യുക. y = 5x + 5. ദാറ്റ് ഫസ്റ്റ് ഇക്വേഷൻ. x/y + 1 = 1/6 പുട്ട് ചെയ്യുക. സെയിം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. y + 1 = 6x വരും. പുട്ടിങ് y യുടെ വാല്യൂ 5x + 5 നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് പുട്ട് ചെയ്യണം നമ്മൾ ഇക്വേഷൻ 2. വി ഗെറ്റ് 5x + 5 + 1 = 6x. ഓക്കെ, 5 + 1 6 ആകും. ദെൻ എന്ത് വരും? x = 6 എന്ന ആൻസർ വരും. y = 5 × 6 + 5 = 35 എന്ന് വരും. സോ നമ്മുടെ ഫ്രാക്ഷൻ ആൻസർ 6/35 ആണ് വരിക. x/y എന്താ ചോദിച്ചാൽ 6/35 ആണ് ആൻസർ വരിക കേട്ടോ. അപ്പൊ 19 ആയി. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓൾ സൈഡ്സ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ABCD ആർ ഈക്വൽ ആൻഡ് ഇറ്റ്സ് 2 കോർണേഴ്സ് ആർ ജോയിൻഡ് ടു ദി മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ്സ് ABCD. അപ്പൊ 20ൽ നമുക്ക് A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട്. 20A 20B ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. അതിൽ 20Aയിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ഉണ്ട് നമുക്ക്. അപ്പൊ നമുക്ക് ആദ്യം 20A നോക്കാം, ദെൻ 20B കേട്ടോ. 20A, ABCD is a റോംബസ് ആണ്. അവിടെ AB, BC, CD, D എല്ലാം ഈക്വൽ ആണ് കേട്ടോ. അതിൽ തന്നെ ഫസ്റ്റ് ആൻസർ AECF is a parallelogram. AB and DC are parallel. AE = BE = CF = DF. So AF and EC are parallel. Parallelogram is a quadrilateral with one pair of equal and parallel sides. Okay, 20A ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 20A സെക്കൻഡ് ക്വസ്റ്റ്യൻ. The lines AF and EC cut the diagonal BD at P and Q. PQ = BQ. In triangle ABP, AE = BE, AP and EQ are parallel. In any triangle, the line parallel to a side through the midpoint of another side meets the third side also at its midpoint. DP = PQ എന്ന് വരും. DP = PQ = BQ. കേട്ടോ, DP, PQ, BQ. ഇതാണ് ഫിഗർ വരിക. ഇങ്ങനെയാണ് പ്രൂഫ് എഴുതേണ്ടത് കേട്ടോ. 20A 1ഉം 2ഉം നമ്മുടെ കഴിഞ്ഞു. ഇനി 20B, ഇത് ഓർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. ഇത് ഓറാണ്. അപ്പൊ 20Bയിലും 1, 2, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20Bയുടെ ഫസ്റ്റ് ആൻസർ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ AXZ = 3 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. അവിടെ ഈക്വൽ ആയതൊക്കെ എടുത്ത് എഴുതുക. AX = PX = YZ, AZ = RZ = XY, PY = RY = XZ. In any triangle, the length of the line joining the midpoints of two sides is half the length of the third side. AXZ, XYZ, PXY and RYZ are equal triangles. ഇതുപോലെയാണ് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ABC എന്ന് കൊടുക്കുക. പിന്നെ അതിനകത്തൊരു ട്രയാങ്കിൾ നിങ്ങൾ വരയ്ക്കണം. P എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, PQR എന്ന് കൊടുക്കുക. അതിനുശേഷം XYZ എന്ന് വേറൊരു ട്രയാങ്കിൾ വരും കേട്ടോ. ഇനി 20Bയുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഏരിയ ഓഫ് ട്രയാങ്കിൾ APR = 4 × 3 12 സ്ക്വയർ സെന്റിമീറ്റർ. ഏരിയ ഓഫ് ദ പാരലോഗ്രാം APQR = 2 × 12 = 24 സ്ക്വയർ സെന്റിമീറ്റർ. APR and PQR equal triangles. Okay. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC = 4 × 12 14. അടുത്ത തേർഡിന്റെ ആൻസർ ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC = 4 × 12 48 സ്ക്വയർ സെന്റിമീറ്റർ. APR, PQR, BPQ and CQR ഈക്വൽ ട്രയാങ്കിൾസ്. ഓക്കെ, കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തി ആയ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ആൻസർ മാത്രം പറഞ്ഞു പോകുന്നത്. ഇനി സെക്ഷൻ ഡിയിൽ നമുക്ക് 21, 22 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആദ്യം 21 നോക്കാം. 22ൽ 3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. 21, for drawing a line of length 8.5 cm and divide it in the ratio 4:3 for completing the rectangle. അപ്പോൾ ഇതുപോലെയാണ് ഫിഗർ വരയ്ക്കേണ്ടത്. 4ഉം 3ഉം റേഷ്യോയിൽ കൊടുക്കുക. 8.5 ഒരു ലൈൻ വരയ്ക്കുക കേട്ടോ. 22 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 22ന്റെ ആദ്യത്തെ ആൻസർ ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടന്യൂസ് ഓഫ് ദ സ്മോളസ്റ്റ് റൈറ്റ് ആംഗിൾ √2 സെന്റിമീറ്റർ ആണ്. രണ്ടാമത്തെ ആൻസർ പെരിമീറ്റർ ഓഫ് ദി ഫോർത്ത് ട്രയാംഗിൾ 2 + 1 + √5 that is equal to 3 + √5.
Third in answer, perimeter of the fifth triangle √5 plus 1 plus √6 centimeter. Perimeter of the sixth triangle √6 plus 1 plus √7 centimeter. Difference of the perimeters √7 minus √5 centimeter. Figure ഇതുപോലെ വരയ്ക്കുക കേട്ടോ. 1, √2, √3, √4, √5. ഓക്കെ. ഇനി നമുക്ക് 23, 24, 25, 26 അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ 23 നോക്കാം. 23യുടെ ആൻസർ വരുന്നത് ഏജ് ഓഫ് സണ്ണും ഏജ് ഓഫ് ഫാദറും തന്നിട്ടുണ്ട്. 2 വർഷം മുമ്പ് ഏജ് ഓഫ് സൺ x-2 ആയിരിക്കും. അച്ഛന്റെ വയസ്സ് y-2. ഇപ്പോഴത്തെ വയസ്സ് എക്സും വൈയും കൊടുക്കുക. 2 വർഷം കഴിയുമ്പോൾ x+2 y+2. അപ്പൊ നോക്കാം. y-2 ഈക്വൽ ടു 6 ഇൻറ്റു x-2. y-2 ഈക്വൽ ടു 6x - 12. ഈ 12 ഇത് ഇങ്ങനെ ഇൻറ്റു ചെയ്തിട്ടാണ് കേട്ടോ. 6 × 2 12 ആണ്. y ഈക്വൽ ടു 6 - 10 വരും. ഇനി അടുത്തത് അച്ഛന്റെ വയസ്സ് നോക്കാം. y+2 ഈക്വൽ ടു 4x+2. y+2 ഈക്വൽ ടു 4x+8 വരും. y ഈക്വൽ ടു 4+6 വരും. ഫ്രം ഇക്വേഷൻ 1 and 2 we get 6x - 10 ഈക്വൽ ടു 4x+6. 2x ഈക്വൽ ടു 16, x is equal to 16/2, that is equal to 8 വരും. we get അതിനുശേഷം നമുക്ക് x കിട്ടിയ y കാണണം. we get y ഈക്വൽ ടു ഇക്വേഷനിൽ പുട്ട് ചെയ്ത് കൊടുത്താൽ മതി. 6 × 8 - 10 ചെയ്യുക. അപ്പൊ 6 × 8 48 വരും. 48 - 10 38 വരും. പെർസെൻറ്റേജ് ഓഫ് സൺ 8ഉം പെർസെൻറ്റേജ് ഓഫ് ഫാദർ 38ഉം. ഇതാണ് ആക്ച്വലി ആൻസർ. പക്ഷെ ഇത്രയും സ്റ്റെപ്പുകൾ ചെയ്യണം നമ്മൾ. 23 ഇനി 24ന്റെ ആൻസറിലേക്ക് പോവുകയാണ്. 24ൽ നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 24 ടേക്ക് ദ ലെങ്ത് ഓഫ് ദ റെക്ടാംഗിൾ x മീറ്റർ. റെക്ടാംഗിളിലെ ലെങ്ത് x എന്ന് എടുക്കുക, ബ്രെഡ്ത്ത് y എന്ന് എടുക്കുക. x+1 അപ്പോൾ റെക്ടാംഗിൾ ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണല്ലോ ഏരിയ. നമ്മൾ എഴുതുകയാണ് x+1 × y+1 ഈക്വൽ ടു 336. ദെൻ ഇതിങ്ങനെ ഇൻറ്റു ചെയ്യുക. xy പ്ലസ് x പ്ലസ് y പ്ലസ് 1 × 1 ഈക്വൽ ടു 336. xy പ്ലസ് x പ്ലസ് y ഈക്വൽ ടു 335 ആണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി x - 1 × y - 1 226. xy minus x plus y plus 1 × 1 226. xy minus x plus y equal to 225. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇക്വേഷൻ ആഡ് ചെയ്യാണ് നമ്മൾ. xy plus x plus y plus xy minus x plus y ചെയ്യുമ്പോൾ 335ൽ നിന്ന് 225 മൈനസ് ചെയ്യുക, പ്ലസ് ചെയ്യുക. അപ്പൊ 2xy ഈക്വൽ ടു 560 എന്ന് കിട്ടും. xy ഈക്വൽ ടു 560/2 280 280 ആൻസർ കിട്ടും. 24 കഴിഞ്ഞ് 24 A ക്വസ്റ്റ്യൻ. ഏരിയ ഓഫ് ദ ഒറിജിനൽ ട്രയാങ്കിൾ xy ഈക്വൽ ടു എന്ത് വരും 280 സ്ക്വയർ മീറ്റേഴ്സ്. അത് ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. ഇനി രണ്ടാമത്തെ ആൻസർ 24 സെക്കൻഡ് ആൻസർ പുട്ടിങ് xy ഈക്വൽ ടു 280 ഇൻ ഇക്വേഷൻ 1 we get 280 plus x plus y equal to 335. x plus y equal to 335 minus 280, that is equal to 55. Perimeter of the original triangle 2x plus 2y equal to 2 × 55 വരും. അപ്പോൾ 110 ആണ് വരിക കേട്ടോ. 110 മീറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് 25 ആണ്. 25ൽ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട്. 25ൽ Aയിൽ 3 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ആദ്യം നോക്കാം. 25A AC and DE are parallel. Angle A equal to angle D equal to 90 degree. First answer AD equal to BD. ED is half of CA. ഫിഗർ ഇതുപോലെ വരയ്ക്കുക കേട്ടോ. രണ്ടാമത്തെ ആൻസർ CE equal to BE. E is the midpoint of BC. Third answer join AE. AE equal to BE. AD equal to BD. Angle ADE equal to angle BDE. ED is the common side. ADE and BDE are equal triangles. AE equal to BE equal to CE. That is the circumference of right triangle is the midpoint of the hypotenuse. 25A കഴിഞ്ഞു. ഈ 25B ആണ്. 25Bയിലും 1, 2, 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 25Bയിലെ ആദ്യത്തെ ആൻസർ AG is to GQ റേഷ്യോയിൽ എഴുതുക. അപ്പോൾ 2:1 കിട്ടും. G is the centroid of a triangle divides each median in the ratio 2:1. സെക്കൻഡ് ആൻസർ PQ equal to AB/2 വരും. അപ്പോൾ AB പറയുന്നത് 24 ആണ്. 24/2 12. SR equal to AB/2, that is equal to 24/2 12 വരും. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ ABG എടുത്തു കഴിഞ്ഞാൽ അതാണ് ABG. ഇത് എടുത്താൽ AS equal to GS, BR equal to GR എന്ന് വരും. ഇനി അടുത്തത് 25Bയുടെ മൂന്നാമത്തെ ആൻസർ PQ and AB are parallel. SR and AB are parallel. In triangle ABG, AS equal to GS, BR equal to GR. So PQ and SR
are parallel. Therefore, PQRS is a parallelogram. PQ equal to SR ആണ്. PQ and SR അതുകൊണ്ട് പാരലൽ ആയിരിക്കും. ഇനി നമുക്ക് 26ലും ഇതുപോലെ A ക്വസ്റ്റിനും B ക്വസ്റ്റിനും വരുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഞാനിവിടെ 2 ആൻസറും തരുന്നുണ്ട്. 26A നമുക്ക് 2 ക്വസ്റ്റ്യൻ. അതില് 26A ആദ്യത്തെ take the larger number as x and smaller number as y. വലുതിന് x എന്നും ചെറുതിന് y എന്നും കൊടുക്കുക. x plus 1 into y minus 2 equal to 112. x into y minus 1 plus 1 into y minus 1 equal to 112. xy minus x plus y minus 1 equal to 112. xy minus x plus y equal to 113 ആവും equation 1. Then അടുത്തത് x minus 1 into y plus 1 equal to 120 എന്ന് എഴുതുക. y into x minus 1 plus 1 into x minus 1 equal to 120. xy minus y plus x minus 1 equal to 120. xy minus y plus x equal to 120. One is the second equation. ഇനി ഈ 2 ഇക്വേഷനും ആഡ് ചെയ്യണം. അതാണ് ഈ സ്റ്റെപ്പ് നിങ്ങൾ നോട്ട് ചെയ്യുക. അപ്പം നമുക്ക് 113ഉം 121ഉം ആഡ് ചെയ്യാം. 2xy equal to 234 വരും. അത്രയാണ് അവിടെ വന്ന് നിൽക്കുക. നമുക്ക് ഈ അടുത്ത് കാണേണ്ടത് അതിൽ 26 ആദ്യത്തെ ക്വസ്റ്റ്യൻ xy equal to 234 by 2 117 ആൻസർ വരും. പുട്ടിങ് xy equal to 117 in equation 1 117 minus x plus y equal to 113 ആൻസർ വരും. രണ്ടാമത്തെ ആൻസർ x minus y കാണാനാണ്. 117 minus 113 കാണുക. 4 ആണ് ഇവിടെ ആൻസർ കേട്ടോ. 26A കഴിഞ്ഞാൽ 26Bയിലും ഇതുപോലെ നമുക്ക് ലാർജ് നമ്പർ x ആയിട്ടും സ്മോൾ നമ്പർ y ആയിട്ടും എടുക്കുക. അതിലും 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റിന്റെ ആൻസർ xy equal to x plus 1 into y minus 1 plus 4. xy equal to x into y minus 1 plus 1 into y minus 1 plus 4. xy equal to xy minus x plus 1 minus 1 plus 4. xy equal to xy minus x plus y plus 3. x minus y equal to 3 എന്ന് വരും. ഇനി 26Bയിൽ രണ്ടാമത്തെ ആൻസർ x minus 1 into y plus 1 equal to y into x minus 1 plus 1 into x minus 1. xy minus y plus x minus 1 that is equal to xy plus ഈ 3 minus 1 വരും. xy plus 2. 3 minus 1 2 ആവും. The product is increased by 2. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ആൻസേഴ്സ് വരിക ഇവിടെ. ഇത്രയേ ഉള്ളൂ ക്ലാസ്സുകൾ. കുറച്ച് ലോങ് ആയി. ആൻസർ മാത്രമാണ് വായിച്ചു പോയിരിക്കുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷൻ തന്നിട്ടില്ല. അതാരും ഒന്ന് കമന്റ് ചെയ്യരുത് മനസ്സിലായില്ല, എക്സ്പ്ലനേഷൻ തന്നില്ല. ഇത് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തരുന്നതാണ്. ആൻസർ കീ മാത്രം അതുകൊണ്ടാണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.